നമസ്കാരം. വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരാളുടെ ജനനം മുതൽ മരണം വരെ, മരണാനന്തര ജീവിതം എന്നിങ്ങനെ ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കാൻ കഴിയുന്ന ഒരേയൊരു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ നടത്തിയത് ബ്രഹ്മാവാണ് എന്നാണ് വിശ്വാസം. ഇത് സഹ്യമല ക്ഷേത്രം എന്നും അഥവാ തെക്കൻ കാശി എന്നും അറിയപ്പെടുന്നു. പ്രധാനമായും പൂർവിക ആചാരങ്ങൾക്കായിട്ടാണ് തീർത്ഥാടകർ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ബ്രഹ്മഗിരി പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന പാപനാശിനിയുടെ തീരത്താണ് ചടങ്ങുകൾ നടക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും പാവങ്ങൾ ഇല്ലാതാക്കാൻ ഈ അരുവിക്ക് ദിവ്യശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം ആളുകൾ തങ്ങളുടെ പൂർവികർക്കായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ പാറയാണ്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഗുഹാക്ഷേത്രമുണ്ട്. അങ്ങനെ ത്രിമൂർത്തികളുടെ എല്ലാ അംഗങ്ങളുടെയും അതുല്യമായ സാന്നിധ്യത്താൽ തിരുനെല്ലി ക്ഷേത്രം അനുഗ്രഹീതമാകുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിൽ ദർശനത്തിനും പിതൃകർമ്മങ്ങൾ നടത്തുന്നതിനുമായി വരുന്ന ഭക്തജനങ്ങളുടെ അറിവിലേക്കായി പിതൃകർമ്മങ്ങൾ ചെയ്യുവാൻ തലേദിവസം വരുന്നവർ ആദ്യമായി ദേവസ്വം വഴിപാട് കൗണ്ടറിൽ പണമടച്ച് കർമ്മത്തിന് വേണ്ട രസീതുകൾ വാങ്ങിക്കേണ്ടതാണ്. രസീത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മരണപ്പെട്ടയാളുടെ അല്ല, പ്രസ്തുത കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ പേരിലാണ് രസീത് വാങ്ങിക്കേണ്ടത്. ഇതിനെ ഒരാൾ പിണ്ടം എന്ന് പറയുന്നു. ഒരാൾ പിണ്ടത്തിന് പണം അടച്ചയാൾക്ക് തന്റെ തറവാട്ടിലെ താൻ അറിഞ്ഞും അറിയാതെയും മരിച്ച പിതൃക്കൾക്ക് മുഴുവനായും കർമ്മങ്ങൾ നടത്താവുന്നതാണ്. രസീത് വാങ്ങിക്കഴിഞ്ഞാൽ സന്ധ്യാസമയത്ത് ദേഹശുദ്ധി വരുത്തി ക്ഷേത്രനടയിൽ നിൽക്കണം. ദീപാരാധന കഴിഞ്ഞ ഉടനെ അവിടെ വെച്ച് വാദ്യാർ കർമ്മം ചെയ്യുന്നവർക്കായി പ്രാർത്ഥന ചൊല്ലിത്തരുന്നതാണ്. ഭഗവാനെ തൊഴുതു നിന്ന് പ്രാർത്ഥന ഏറ്റു ചൊല്ലിയ ശേഷം ദണ്ഡ നമസ്കാരം നടത്തി ആചാരപ്രകാരം ഭണ്ഡാരത്തിൽ കാണിക്ക സമർപ്പിക്കേണ്ടതാണ്. ഇതോടെ തലേ ദിവസത്തെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. അടുത്ത ദിവസം പുലർകാലത്ത് 6 മണിക്ക് തന്നെ മുമ്പായി ക്ഷേത്രനടയിലെത്തി പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറിൽ രസീത് കാണിച്ച് ബലിസാധനങ്ങൾ അതുപോലെ തന്നെ ദർഭയും വാങ്ങിക്കേണ്ടതാണ്. ഇനി കർമ്മം ചെയ്യുന്നതിന് പാപനാശിനിയിലേക്ക് പോകുന്നതാണ്. പാപനാശിനിയിലേക്ക് പോകുമ്പോൾ കർമ്മം ചെയ്യുന്നതിനായിട്ടുള്ള രസീതും ബലിസാധനങ്ങളും പ്രതിമ കൊണ്ടുവന്നിട്ടുള്ളവരാണെങ്കിൽ അതും കൂടി കൊണ്ടുപോകേണ്ടതാണ്. പാപനാശിനിയിൽ വാദ്യാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസൃതമായി കർമ്മങ്ങൾ ചെയ്ത ശേഷം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ തൊഴുത് വലം വെച്ച് ത്രിമധുര നിവേദ്യവും തീർത്ഥവും പ്രസാദവും വാങ്ങിക്കഴിഞ്ഞാൽ കർമ്മങ്ങൾ പൂർത്തിയാവുകയായി. പ്രതിമ കൊണ്ടുവന്നിട്ടുള്ളവരാണെങ്കിൽ പാപനാശിനിയിൽ കർമ്മങ്ങൾ ചെയ്ത് വളരെ വൃത്തിയായി ശുദ്ധമാക്കിയ പ്രതിമ തൃപ്പടിയിൽ വെക്കേണ്ടതാണ്. ഈ പ്രതിമകൾ ഭഗവാന്റെ തൃപ്പാദത്തോടെ കൂട്ടിച്ചേർക്കുമ്പോൾ മരിച്ച പിതൃക്കളെ സ്മരിച്ച് തൊഴുതു നിൽക്കേണ്ടതാണ്. പ്രതിമ കൊണ്ടുവന്നിട്ടുള്ളവർ ഓരോ പ്രതിമയ്ക്കും 5 രൂപ ഫീസ് കൊടുക്കേണ്ടതാണ്. തലേദിവസം എത്തിച്ചേരുവാൻ കഴിയാത്തവർക്കായി പിതൃകർമ്മം നടത്തുവാൻ തലേദിവസം എത്തിപ്പെടുവാൻ കഴിയാത്തവർ കാലത്ത് 11 മണിക്കുള്ളിലായി ക്ഷേത്രത്തിൽ എത്തിയാൽ മതി. കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുന്നവർ കൗണ്ടറിൽ നിന്ന് രസീത് വാങ്ങി ക്ഷേത്ര തിരുനടയിൽ വാദ്യാരോ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ക്ഷേത്രം ശാന്തിക്കാരന് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി ദണ്ഡ നമസ്കാരം നടത്തി ആചാരപ്രകാരം ഭണ്ഡാരത്തിൽ കാണിക്ക സമർപ്പിച്ച് ബലിസാധന വിതരണ കൗണ്ടറിൽ നിന്ന് രസീത് കാണിച്ച് ബലിസാധനം വാങ്ങി പ്രതിമയുണ്ടെങ്കിൽ അതും എടുത്ത് പാപനാശിനിയിൽ പോയി കർമ്മങ്ങൾ ചെയ്തു വരാവുന്നതാണ്. മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാൻ ബ്രഹ്മാവാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചതെന്നാണ് ഐതിഹ്യം. ചതുർഭുജ രൂപത്തിലാണ് വിഗ്രഹം. ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ഒരിക്കൽ ബ്രഹ്മാവ് തന്റെ ഹംസത്തിൽ ലോകം മുഴുവൻ ചുറ്റുമ്പോൾ പ്രദേശത്തിന്റെ മനോഹാരിതയിൽ ആകൃഷ്ടനായി. പിന്നീട് അദ്ദേഹം ബ്രഹ്മഗിരി എന്നറിയപ്പെടുന്ന ഒരു കുന്നിന് മുകളിലെത്തി. ചുറ്റുമുള്ള കുന്നുകളുടെ ശാന്തതയും ആസ്വദിച്ചുകൊണ്ട് കുന്നുകളിലൂടെ നടക്കുമ്പോൾ ബ്രഹ്മദേവൻ ഒരു നെല്ലിമരത്തിൽ വിശ്രമിക്കുന്ന വിഷ്ണുവിന്റെ വിഗ്രഹം കണ്ടു. വിഗ്രഹം മഹാവിഷ്ണുവിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം മറ്റ് ദേവന്മാരുടെ സഹായത്തോടെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. ബ്രഹ്മാവിന്റെ അഭ്യർത്ഥന മാനിച്ച് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വെള്ളം എല്ലാ പാപങ്ങളും കഴുകിക്കളയണമെന്ന് മഹാവിഷ്ണു വാഗ്ദാനം ചെയ്തു. അങ്ങനെ പാപനാശിനി അരുവി ഉത്ഭവിച്ചു. എല്ലാ പാപങ്ങളെയും നശിപ്പിച്ചു. നെല്ലി എന്നർത്ഥം വരുന്ന നെല്ലിക്കയിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിന് തിരുനെല്ലി എന്ന പേര് അറിയപ്പെടാൻ കാരണം.
ഇതൊക്കെയാണ് തിരുനെല്ലി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും വിശേഷങ്ങളും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.